Hello everyone. 11,000 അടുത്ത് വേക്കൻസീസുമായിട്ട് നമ്മുടെ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഡേറ്റും ഉടനെ തന്നെ റിലീസ് ആവുമെന്നാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ RRB NTPC എക്സാമിന് നിങ്ങളുടെ തയ്യാറെടുപ്പിന് ഞങ്ങളുടെ വക ഒരു ചെറിയ ഹെൽപ്പാണ്. സോ RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാം. അവിടെ റെയിൽവേയുടെ മറ്റ് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതും നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൽഫബറ്റ് സീരീസിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് വിൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൻ സീരീസ്. തന്നിരിക്കുന്ന ആൽഫബറ്റ് സീരീസിനെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇവിടെ ഏത് ടേം ആണ് വരേണ്ടത് അല്ലേ? ABCD ACEG -AEIM. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ A കഴിഞ്ഞ് വീണ്ടും A തന്നെയാണ്, ഇവിടെയും അതുപോലെ തന്നെ A തന്നെയാണ്. ഓപ്ഷൻ എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് A ആണ്. അപ്പോൾ നിങ്ങൾ ഈ Aയുടെ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് അതിൽ നിന്ന് നമുക്ക് ഫൈനൽ ആൻസർ ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ തൊട്ടടുത്ത് നോക്കിയാലോ, B കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് C കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടേക്ക് E ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ +1, ഇവിടെയും അതുപോലെ +1 വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ D ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ രണ്ടാമത്തെ ടേം നമുക്കിവിടെ D ആയിട്ടാണ് കിട്ടേണ്ടത് അല്ലേ? സോ B കഴിഞ്ഞു, C കഴിഞ്ഞു, D കഴിഞ്ഞു, E വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ C കഴിഞ്ഞ് E വന്നു. ഇവിടെ 2 ലെറ്റേഴ്സിൻ്റെ ഗ്യാപ്പാണ്. അതുപോലെ തന്നെ E കഴിഞ്ഞ് ഇവിടേക്ക് I ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്ര ലെറ്റേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്? അവിടെ വീണ്ടും 4 ലെറ്റേഴ്സിൻ്റെ ഗ്യാപ്പ്. അപ്പോൾ E കഴിഞ്ഞ് +2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ D കഴിഞ്ഞിട്ട് G ആണ് വേണ്ടത്. സോ D കഴിഞ്ഞ് G വന്നിരിക്കുന്നത് നമ്മുടെ ഈ ചോദ്യത്തിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമ്മുടെ ഓപ്ഷൻ നമ്പർ 1-ലായിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ജസ്റ്റ് ഈസിലി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല, ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആൽഫബറ്റ് സീരീസ് പോലൊരു ടോപ്പിക് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എഴുതി പ്ലേസ് വാല്യൂ എടുത്തിട്ടും ആൻസർ കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതുകൂടെ ഞാൻ ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് A, B, C and D ആണ് വരുന്നത്. അതിനുശേഷം A, C, E and G ആണ് വരുന്നത്. അടുത്ത ടേം ഇവിടെ മിസ്സിങ്. അതിനുശേഷം ഇവിടെ A, E, I and M. അപ്പോൾ ആദ്യത്തെ ടേം എല്ലാം A ആയതുകൊണ്ട് നമുക്കതിനെ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ B തൊട്ട് C വരെ ഒറ്റ എണ്ണം. ഇവിടെ 2 എണ്ണമാണ് വരുന്നതെങ്കിൽ ഇവിടെ പ്ലസ് ചെയ്യുമ്പോൾ D വരും. ഇനി വീണ്ടും ഇവിടേക്ക് 2ൻ്റെ ഗ്യാപ്പ്. ഇവിടെ 2ൻ്റെ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ G ആണ് വരുന്നത്. വീണ്ടും ഇവിടെ 3ൻ്റെ ഗ്യാപ്പാണ്. സോ 3ൻ്റെ ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ J വരും. സോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം ബ്ലഡ് റിലേഷൻഷിപ്പിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇഫ് A*B മീൻസ് A is the brother of B, A#B means A is the father of B, $B means A is the wife of B, then which of the following relationship means R is the son of P? അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ആദ്യം സ്റ്റാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു കോഡിൽ ബ്രദർ എന്നാണ്. ഇനി അടുത്തത് ഹാഷ് ഉണ്ട്. ഹാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഫാദർ എന്നാണ്. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്ന ഡോളറാണ്. ഡോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വൈഫാണ്. ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ R is the son of P എന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഈ കൂട്ടത്തിൽ R ഇവിടെ Pയുടെ സൺ ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? സോ R ഇവിടെ സൺ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ R എന്തായിരിക്കണം? ഒരു മെയിലായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഓപ്ഷനിൽ $Q#R ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം P is the brother of Q എന്നാണ് അല്ലേ? സോ P is the ഡോളർ തന്നിരിക്കുന്നത് കൊണ്ട് അല്ല, സോറി, വൈഫാണ്, ഡോളറാണ്. സോ P is the wife of Q എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി വീണ്ടും Q#R എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? സോ Q#R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Q is the father of R എന്നാണ് നമ്മുടെ ആൻസറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എല്ലാ ഓപ്ഷൻസിലും R ഇവിടെ ലാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ Rൽ നിന്നും നമുക്ക് ബേസിക്കലി ഇവിടെ ഒരു ജെൻഡർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആൻഡ് R is the son of P എന്നാണ് നമുക്ക് ഇവിടേക്ക് വേണ്ടതും അല്ലേ?
പക്ഷേ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കിട്ടുന്നില്ലെങ്കിലും ഇവിടെ നമുക്കിത് ചൈൽഡ് ആണ് എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിന്ന് ജെൻഡർ കറക്റ്റ് കിട്ടണം, അല്ലെങ്കിൽ ഈ ചൈൽഡ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്ത് നോക്കിയാലോ. P#Q ആണ് എന്ന് വെച്ചാൽ P is the father of Q, $Q, Q is the wife of R എന്നാണ്. അപ്പോൾ ഇവിടെ എന്തായാലും സൺ ആവില്ല, തെറ്റ്. അടുത്തതിൽ രണ്ടും സ്റ്റാർ ആണ്. P is the brother of Q, വീണ്ടും Q is the brother of R. ഇവിടെ വീണ്ടും സൺ ആവില്ല. ഇനി P*Q, വീണ്ടും P is the brother of Q, Q#R, Q is the father of R. അപ്പോൾ ഇവിടെ ഇയാൾ വീണ്ടും P ഫാദർ ആയിട്ട് വരില്ല അല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ആറിൻ്റെ ജെൻഡർ പ്രോപ്പർലി മറ്റ് ഓപ്ഷനൽസിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ നിന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ഇവിടെ ഒരു ഫാദർ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഫാദർ അല്ല മദർ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമാണ്. സോ നമ്മുടെ ആൻസർ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ആൻസർ കീ പ്രകാരം ആൻസർ വരുന്നതും ഇത് തന്നെയാണ്. സോ നമുക്കിവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഇഫ് അറ്റ് ഇൻഡിക്കേറ്റ്സ് either plus or into, what will be the minimum value of 1 at 2 at 3 at 4 at 5? സോ ഇവിടെ അറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ പ്ലസ് ആണ് അല്ലെങ്കിൽ ഇൻറ്റു. ഇതിൻ്റെ മിനിമം വാല്യൂ നമുക്ക് കിട്ടണം അല്ലേ. ഇവിടെ 1, നെക്സ്റ്റ് -2, -3, -4, -5. സോ മിനിമം വാല്യൂ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഏറ്റവും ചെറിയ വാല്യൂ. ഏറ്റവും ചെറിയ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അഡിഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ കിട്ടാൻ നമുക്ക് ഇവിടെയൊക്കെ മൾട്ടിപ്ലിക്കേഷന് പകരം അഡിഷൻ യൂസ് ചെയ്യാം. എന്നാൽ ഇവിടെ അഡിഷൻ യൂസ് ചെയ്താൽ എന്ത് പറ്റും? ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ ഇവിടെ നമ്മൾ അഡിഷൻ എടുക്കുമ്പോൾ +1 ആയിരിക്കും വരിക അല്ലേ. അതേസമയം ഇത് 1 + 2 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ 3 എന്ന് കിട്ടും. അതേസമയം 1 × 2 ചെയ്താൽ നമുക്കിവിടെ 2 തന്നെയാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ ഇതിൽ ഏറ്റവും എളുപ്പം എന്തായിരിക്കും? ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 5ഉം നെക്സ്റ്റ് 9ഉം ഇത്രയും കൂടെ ആഡ് ചെയ്താൽ നമുക്കിവിടെ 14 കിട്ടും. ഇവിടെ 1+ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ 1+ന് പകരം നമ്മൾ 1 × ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 14 എന്ന് പറയുന്നതായിരിക്കും. സോ ഓപ്ഷൻ നമ്പർ 3യിലുള്ള 14 ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? നമുക്കിവിടെ കിട്ടുന്ന ഏറ്റവും മിനിമം വാല്യൂ ഇവിടെ 14 ആണ്. സോ ഓപ്ഷൻ നമ്പർ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വീണ്ടും ആൽഫബറ്റ് സീരീസിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. സെലക്ട് ദി ലെറ്റർ ക്ലസ്റ്റർ ഫ്രം അമംഗ് ദി ഗിവൻ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഫോളോയിങ് സീരീസ്: KABL, MCDN, OEFP, നെക്സ്റ്റ് QGHR. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? നേരത്തെ എഴുതിയതുപോലെ എഴുതി നോക്കിയാലോ. ഇവിടെ ആദ്യം KA, B and L ഉണ്ട്. അതിനുശേഷം ഇവിടെ MC, D and N ഉണ്ട്. വീണ്ടും ഇവിടെ തന്നിരിക്കുന്നത് OEF and P ആണ്. അടുത്തതായിട്ട് ഇവിടെ QGH and R തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവ തമ്മിലുള്ള ഗ്യാപ്പ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 11, 13, 15, 17 അല്ലേ. അപ്പോൾ ഇവിടെ 2ൻ്റെ ഗ്യാപ്പാണ് വരുന്നത്. ഇവിടെ +2 എടുക്കും. ഇവിടെ നമുക്ക് വീണ്ടും എത്ര തന്നെയാണ് വരുന്നത്? ഇവിടെയും +2, ഇവിടെയും +2. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ +2 ചെയ്താൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 19 ആണ് അല്ലേ. അപ്പോൾ എസ് വരും. എസ്സിൽ നിന്ന് ആകെ ഒരു ഓപ്ഷൻ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മുഴുവനായിട്ടിരുന്ന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് +2 കാണാം, ഇവിടെയും വീണ്ടും +2 ആണ്, ഇവിടെയും +2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് I ആണ് വാല്യൂ വരിക. ഇനി ബാക്കി എല്ലായിടത്തും ചെയ്താലും ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആൻസർ കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാം വെറുതെ ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ലെറ്ററിൽ നിന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Select the option that is related to the 4th term in the same way as the first term is related to the second term. Sun is to earth as in dash is to moon. So ഇത് ഈസി ആണ് അല്ലേ. വേർഡ് ബേസ്ഡ് അനാലജിയുടെ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ സണ്ണും എർത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? സണ്ണിനെ എർത്ത് റിവോൾവ് ചെയ്യുന്നു അല്ലേ. സോ അല്ലെങ്കിൽ നമുക്ക് പറയാം എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അതുപോലെ മൂൺ റിവോൾവ്സ് അറൗണ്ട് ഡാഷ്. മൂൺ നമ്മുടെ ചന്ദ്രൻ എന്തിനെ ചുറ്റിയാണ് ഭ്രമണം ചെയ്യുന്നത്? എർത്തിനെ ചുറ്റിയിട്ടാണ് അല്ലേ. സോ സൺ എങ്ങനെയാണോ നമ്മുടെ
അല്ലെങ്കിൽ എർത്ത് എങ്ങനെയാണോ സണ്ണിനെ ചുറ്റി ഭ്രമണം ചെയ്യുന്നത്, അതുപോലെ മൂൺ ഭ്രമണം ചെയ്യുന്നത് എർത്തിനെ ചുറ്റിയിട്ടാണ്. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. റീഡ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്സ് കെയർഫുള്ളി ആൻഡ് കൺക്ലൂഷൻസ് കെയർഫുള്ളി അസ്യൂമിംഗ് ദാറ്റ് ദ ഇൻഫർമേഷൻ ഗിവൻ ഇൻ ദ സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ ഈവൻ ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അറ്റ് വേരിയൻസ് വിത്ത് കോമൺലി നോൺ ഫാക്ട്സ്. Decide which of the given conclusions logically follow from the statements. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സും കൺക്ലൂഷൻസും വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെന്റ്സിൽ പറയുന്ന കാര്യങ്ങൾ ഇനി ഒരു പക്ഷേ നമ്മുടെ റിയൽ ലൈഫിലെ കാര്യങ്ങളെ വെച്ചിട്ട് തെറ്റാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കോൺടെക്സ്റ്റിൽ സത്യമായിട്ട് പരിഗണിക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സിൽ എന്തൊക്കെയാണ് പറയണേ? ഓൾ ചോക്ലേറ്റ്സ് ആർ ക്യാൻഡീസ്, ഓൾ ക്യാൻഡീസ് ആർ ടോഫീസ്. ഈസി ആണ് അല്ലേ? അപ്പോൾ ആദ്യം പറയുന്നു എല്ലാ ചോക്ലേറ്റ്സും ക്യാൻഡീസ് ആണ്. അടുത്തതിൽ പറയുന്നു എല്ലാ ക്യാൻഡീസും ടോഫീസ് ആണ്. ഓക്കെ, സോ ഓൾ ക്യാൻഡീസ് ആർ ടോഫീസ്. ഇതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഫസ്റ്റ് ഓൾ ചോക്ലേറ്റ്സ് ആർ ടോഫീസ്. എല്ലാ ചോക്ലേറ്റ്സും ടോഫീസ് ആണോ? ഡെഫിനറ്റ്ലി ഈ കൺക്ലൂഷൻ ഇവിടെ ട്രൂ ആണ്. ഇനി ഓൾ ടോഫീസ് ആർ ചോക്ലേറ്റ്സ്, എല്ലാ ടോഫീസും ഇവിടെ ചോക്ലേറ്റ്സ് ആണോ? ഇല്ല, നേരെ റിവേഴ്സ് വരുമ്പോൾ കിട്ടില്ല. ഓൺലി സം ടോഫീസ് ആർ ചോക്ലേറ്റ്സ് അല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ കൺക്ലൂഷൻ ഇവിടെ തെറ്റ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഓൺലി 1 കൺക്ലൂഷൻ ഫോളോസ് ആയിരിക്കും അല്ലേ? സോ ഓപ്ഷൻ നമ്പർ 3യിലുള്ള ഓൺലി 1 കൺക്ലൂഷൻ ഫോളോസ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, ഇതും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. Ram is the brother of Shyam and Mahesh is the father of Ram. Jagat is the brother of Priya and Priya is the daughter of Shyam. How is Mahesh related to Jagat? ഇതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. ഫസ്റ്റ് പറയണു റാം ഇസ് ദി ബ്രദർ ഓഫ് ശ്യാം. സോ റാം ഇവിടെ ആരുടെ ബ്രദറാണ്? ശ്യാമിൻ്റെ ബ്രദറാണ്. റാം ബ്രദർ ആയതുകൊണ്ട് നമ്മൾ മെയിൽ സിമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ഇടുന്നു. ആൻഡ് മഹേഷ് ഇസ് ദി ഫാദർ ഓഫ് റാം. സോ റാമിൻ്റെ അച്ഛൻ ആരാണ്? മഹേഷ് ആണ്. ജഗത് ഇസ് ദി ബ്രദർ ഓഫ് പ്രിയ ആൻഡ് പ്രിയ ഇസ് ദി ഡോട്ടർ ഓഫ് ശ്യാം. സോ പ്രിയ ഇവിടെ ശ്യാമിൻ്റെ ഡോട്ടറാണ്. സോ അതിൻ്റെ ബ്രദറാണ് ഇവിടെ വരുന്ന ജഗത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്കറിയാം. ശ്യാമിൻ്റെ ജെൻഡർ മെയിൽ ആയിരിക്കും, നമുക്ക് കേട്ടിട്ട് മെയിൽ പോലെയാണ് തോന്നുന്നത്, എന്നാലും നമ്മളിവിടെ അതിനെ റെഫർ ചെയ്യുന്നില്ല. നമ്മുടെ ചോദ്യം ഹൗ ഇസ് മഹേഷ് റിലേറ്റഡ് ടു ജഗത്? മഹേഷ് ജഗത്തിൻ്റെ ആരാണ്? ഇതാരാണ്? ഇത് ജഗത്തിൻ്റെ അച്ഛനാണ് അല്ലേ? അച്ഛനാണെന്ന് തോന്നുന്നു. അമ്മയുടെ പേര് ശ്യാം എന്നുണ്ടാവില്ലായിരിക്കും. എന്താണെങ്കിലും പാരൻ്റ് ആണ്. സോ പാരൻറ്റിൻ്റെ ഫാദറാണ് ഇവിടെ തന്നിരിക്കുന്ന മഹേഷ് അല്ലേ? സോ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണത്? ഗ്രാൻഡ് ഫാദർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം എന്താണ്? ഗ്രാൻഡ് ഫാദർ എന്നത് നമ്മുടെ ഓപ്ഷൻ നമ്പർ 2ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ഇൻ ആൻ എക്സാമിനേഷൻ 55% candidates passed in English, 35% candidates passed in mathematics and 25% candidates passed in both the subjects. Okay, if the total number of failed candidates in both the subjects is 1200, how many candidates took the examination? അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു എക്സാമിനേഷൻ നടത്തിയപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ പാസ്സായ ആൾക്കാർ എത്ര പേരുണ്ട്? 55% പേരുണ്ട്. ഇനി മാത്തമാറ്റിക്സിൽ പാസ്സായ ആൾക്കാർ എത്ര പേരുണ്ട്? 35% ആൾക്കാരുണ്ട്. ഇത് രണ്ടെണ്ണത്തിലും പാസ്സായ ആൾക്കാർ ഇവിടെ 20% ആൾക്കാരുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ഇഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് who failed in both the subjects, അപ്പോൾ മൊത്തത്തിൽ ഫെയിൽ ആയ ആൾക്കാരുടെ എണ്ണം 1200 ആണെങ്കിൽ നമ്മുടെ ചോദ്യം ഹൗ മെനി കാൻഡിഡേറ്റ്സ് ടുക്ക് ദി എക്സാമിനേഷൻ? എത്ര പേര് ഈ എക്സാം എടുത്തു? ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മളെപ്പോഴും സോൾവ് ചെയ്യുന്നത് ഒരു വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് തന്നിരിക്കുന്നത് പ്രകാരം നമുക്കൊരു വെൻ ഡയഗ്രാം ജസ്റ്റ് വരച്ച് നോക്കാം. ഇവിടെ ഇംഗ്ലീഷിന് പാസ്സായ ആൾക്കാർ, ഇവിടെ മാത്സിന് പാസ്സായ ആൾക്കാർ. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിന് പാസ്സായത് എത്ര പേരുണ്ട്? 20% ആൾക്കാർ. അപ്പോൾ ഇംഗ്ലീഷിന് മാത്രം പാസ്സായവർ എത്രയായിരിക്കും? ഇംഗ്ലീഷിൽ 55% പാസ്സായെന്ന് വെച്ചാൽ അതിൽ ചില ആൾക്കാർ മാത്സിലും കൂടെ പാസ്സായവരുണ്ടാവും അല്ലേ? സോ രണ്ടിനും പാസ്സായവർ ഇതിൽ നിന്ന് കുറച്ചാലാണ് ഇംഗ്ലീഷിന് മാത്രം പാസ്സായവരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ 55 - 20 is equal to 35% ആൾക്കാരാണ് ഇംഗ്ലീഷിൽ മാത്രം പാസ്സായവർ. അങ്ങനെയെങ്കിൽ മാത്സിൽ മാത്രം പാസ്സായവർ എത്രയായിരിക്കും? നേരത്തെ പോലെ 35-ൽ നിന്നും 20 സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ 15% ആൾക്കാരാണ് ഓൺലി മാത്സ്, അതായത് മാത്സിന് മാത്രം പാസ്സായവർ. സോ ഇവിടെ
ഫെയിൽഡ് ആയ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ടോട്ടലിൽ നിന്നും പാസ്സായ ആൾക്കാരെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കിവിടെ ഫെയിൽഡ് ആയ ആൾക്കാരെ കിട്ടുന്നത് അല്ലേ. ദെയർഫോർ ഫെയിൽഡ് ഇസ് ഈക്വൽ ടു നമ്മുടെ ടോട്ടൽ ആൾക്കാർ എത്രയാണോ അതിൽ നിന്നും പാസ്സായ ആൾക്കാർ. ഇവിടെ നമുക്കൊരു 35% ആൾക്കാർ, രണ്ടിനും പാസ്സായ 20% ആൾക്കാർ, മാത്സിന് മാത്രം പാസ്സായ 15% ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയുണ്ട്, നമുക്കിവിടെ 70% ആൾക്കാർ ഇവിടെ പാസ്സായവരുണ്ട്. അപ്പോൾ ഫെയിൽഡ് ആയവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും, 100 - 70 ഇസ് ഈക്വൽ ടു 30% ആൾക്കാരാണ് ഫെയിൽഡ് ആയവർ. അവരുടെ നമ്പറാണ് 1200 അല്ലേ. സോ ഇവിടെ നമ്മുടെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നതിനെ നമ്മളിവിടെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 30% അല്ലേ, 30% ഓഫ് എക്സ് ആണ് ഇവിടെ 1200 എന്ന് വെച്ചാൽ 30/100 ഇൻറ്റു എക്സ് ആണ് 1200. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 3നെ വെച്ച് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. സോ എക്സ് ഇസ് ഈക്വൽ ടു 4000 എന്ന് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസറും വരും. സോ ഓപ്ഷൻ നമ്പർ 1ലുള്ള 4000 ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ചെറിയ പസിൽ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. There are 5 people A, B, C, D and E at a party among whom there are 2 couples. 5 പേര് ഒരു പാർട്ടിയിൽ വന്നിട്ടുണ്ട്, അതിൽ 2 കപ്പിൾസ് ഉണ്ട്. They are employed as teacher, doctor, lawyer, accountant and engineer, though not in the same order. അവരുടെ 5 പേരുടെ പ്രൊഫഷൻസും തന്നിട്ടുണ്ട്. Engineer is married to the teacher, C is the unmarried lawyer, D is an accountant, teacher B is female whose female friend is an accountant. Find which of the following could be true. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഇവിടെ നമുക്ക് ഇവർ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം, ഇവരുടെ പ്രൊഫഷൻ എന്താണെന്നും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഞാൻ ഇവരുടെ പ്രൊഫഷനെ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് എടുത്ത് എഴുതുകയാണ് കേട്ടോ. സോ ആദ്യം നമുക്ക് ഇവരുടെ പ്രൊഫഷൻ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. പ്രൊഫഷൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് ഇവർ തമ്മിലുള്ള ബന്ധവും വേണം. അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ എൻജിനീയർ ഇസ് മാരീഡ് ടു ദ ടീച്ചർ. സോ ഇതാണ് നമ്മുടെ എൻജിനീയർ ഇസ് മാരീഡ് ടു ദ ടീച്ചർ. ആൻഡ് സി ഇസ് ദി അൺമാരിഡ് ലോയർ. അപ്പോൾ സി ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇല്ലാത്ത ആളാണ് സി. നൗ ഡി ഇസ് ദി അക്കൗണ്ടൻറ്റ്. ഇവിടെ പറയുന്നു ഡി ഇവിടെ ആരാണ്, അക്കൗണ്ടൻ്റ് ആണ്. നമുക്ക് ABCDE ഓർഡറിൽ തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. സോ A, B, C, D ആൻഡ് E. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ എടുക്കുന്നത് ഡി ഇസ് ദി അക്കൗണ്ടൻറ്റ്, അത് ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സി ഇസ് ദി അൺമാരിഡ് ലോയർ, അത് തന്നിട്ടുണ്ട്. ഇനി ദ ടീച്ചർ ബി ഇസ് എ ഫീമെയിൽ. സോ ഇത് ഫീമെയിൽ ആണ്, ബി ആണ് ഇവിടെ വരുന്ന ഒരു ടീച്ചർ. ആൻഡ് ഹൂസ് ഫീമെയിൽ ഫ്രണ്ട് ഇസ് ദി അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഇനി ഒരു ഫീമെയിലും കൂടിയുണ്ട്, അവർ വീണ്ടും അക്കൗണ്ടൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അക്കൗണ്ടൻ്റ് ആയിട്ട് വരുന്ന ആൾ വീണ്ടും ഫീമെയിൽ ആണല്ലോ. സോ ഇവിടെ സി അൺമാരിഡ് ലോയർ ആയതുകൊണ്ട് ഇവിടെ വരുന്ന ആളാണ് അക്കൗണ്ടൻറ്റ്, അടുത്ത മാരിഡ് കപ്പിളിൽ വരുന്ന ആളാണ് അക്കൗണ്ടൻറ്റ്. ക്ലിയർ ആയല്ലോ. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ അറിയാത്ത ആൾക്കാർ ആരൊക്കെയാണ്, ഇവിടെ എൻജിനീയർ ഇസ് മാരീഡ് ടു ടീച്ചർ എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ എൻജിനീയർ ഇസ് മാരീഡ് ടു ടീച്ചർ, ബി ആണ് ഇവിടെ ടീച്ചർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ എ ആരായിരിക്കണം, എൻജിനീയർ ആയിരിക്കാനാണ് സാധ്യത അല്ലേ. സോ നമുക്ക് എനെ ഇവിടെ എൻജിനീയർ ആയിട്ട് എടുക്കാം. ഇതിൻ്റെ എന്താണെന്ന് നമുക്കറിയില്ല. നെക്സ്റ്റ് ഡി ഇസ് ദി അക്കൗണ്ടൻറ്റ് തന്നിട്ടുണ്ട്. സോ അക്കൗണ്ടൻറ്റ് ആരായിരിക്കണം, അടുത്ത ആളുടെ ഹസ്ബൻഡ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ടീച്ചർ ബി ഇസ് എ ഫീമെയിൽ ഹൂസ് ഫീമെയിൽ ഫ്രണ്ട് ഇസ് ദി അക്കൗണ്ടൻറ്റ്. ഓക്കെ, ഇത് തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ സി ഇവിടെ ഓൾറെഡി ലോയർ ആണ്, ഇത് ഹസ്ബൻഡാണ്. അപ്പോൾ പിന്നെ ഡി വീണ്ടും ഇവിടെ അക്കൗണ്ടൻറ്റ്, ഫീമെയിൽ ഫ്രണ്ട് ബി ഇസ് എ ഫീമെയിൽ ഫ്രണ്ട് ഹൂ ഇസ് ദി അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ആൻസർ ഇവിടെ ഏതായിരിക്കും, ഈ ഡി എന്ന് പറയുന്നതും ഫീമെയിൽ തന്നെയായിരിക്കണം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി ട്രൂ. ഈ തന്നിരിക്കുന്നതിൽ നിന്നും ഏതാണ് സത്യമാവാൻ സാധ്യതയുള്ളത്? ഡി ഇസ് എ മെയിൽ ആണോ? അല്ല, ഡി ഇവിടെ അക്കൗണ്ടൻ്റ് ആണ്, ഡിയുടെ അത് ഫീമെയിൽ ഫ്രണ്ട് അക്കൗണ്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും ഇത് മെയിൽ ആവില്ല. ഇ ഈസ് എ ടീച്ചർ, ഈ ആണോ ഇവിടെ ടീച്ചറായിട്ട് വരുന്നത്? അല്ല, ഇവിടെ ബി ആണ് നമ്മുടെ ടീച്ചറായിട്ട് വരുന്നത് അല്ലേ. ടീച്ചർ ബി ഇസ് എ ഫീമെയിൽ, സോ ഇത് തെറ്റ്. ബി ഇസ് എ ഡോക്ടർ, ബി ഇവിടെ ഡോക്ടർ ആവാൻ സാധ്യതയുണ്ടോ? ഇവിടെ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് പക്ഷേ നമുക്ക് ബി അല്ല, അത് ഓൾറെഡി ടീച്ചറാണ്. എ ഇസ് എൻ എൻജിനീയർ, അതിവിടെ പോസിബിൾ ആണ്. സോ അത് മാത്രമാണ് ശരിയായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദി സെക്കൻഡ് ടേം ഇസ് റിലേറ്റഡ് ടു ദി ഫസ്റ്റ് ടേം.
കാറ്റ് ഇസ് ടു ഫെലൈൻ ആസ് ഇൻ ഡോഗ് ഇസ് ടു ഡാഷ്. ഇതെങ്ങനെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക? കാറ്റ് ഫെലൈൻ, കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫെലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? കാറ്റിൻ്റെ ശാസ്ത്രനാമം അല്ലെങ്കിൽ കാറ്റിൻ്റെ സ്പീഷീസ് ആണ് ഫെലൈൻ അല്ലേ. അതുപോലെ ഡോഗിൻ്റെ സ്പീഷീസ് എന്താണ്? കെനൈൻ വിഭാഗത്തിൽ പെടുന്നതാണ് ഡോഗ്സ്. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 4 കെനൈൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദി വേർഡ് പെയർ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ 3. ഈ തന്നിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വേർഡ് പെയർ കണ്ടുപിടിക്കുക. മെലാൻകലി ആൻഡ് ഗ്ലൂമി. മെലാൻകലി ഒറ്റയ്ക്ക്, ഗ്ലൂമി എന്ന് വെച്ചാൽ ഇങ്ങനെ സാഡായിട്ട് ഏകാന്തതയിലിരിക്കുക അല്ലേ, അത് തന്നെയാണ് ഗ്ലൂമിയിലും വരുന്നത്. നെഗ്ലിജൻറ്റ്, അറ്റൻറ്റീവ്. നെഗ്ലിജൻറ്റ് എന്ന് വെച്ചാൽ വളരെ കെയർലെസ്, അറ്റൻറ്റീവ് ശ്രദ്ധാലുവായിട്ടുള്ളത്. ഡൈനമിക് ആൻഡ് റോബസ്റ്റ്, അത് രണ്ടും സ്ട്രോങ് അല്ലെങ്കിൽ വളരെ എന്താ പറയുക എൻ്റർപ്രീനേഴ്സ് ആയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ലെത്താജിക് ആൻഡ് ലേഡ് ബാക്ക്, രണ്ടിൻ്റെ അർത്ഥം അലസതയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ എല്ലാം തന്നെ നമ്മളിവിടെ സിനോണിംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആൻറ്റണിംസ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നെഗ്ലിജൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ അറ്റൻറ്റീവ് അല്ലേ. സോ അങ്ങനെ വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, 6,889 students are sitting in an auditorium in such a manner. There are as many students in a row as there are rows in the auditorium. How many students are there in the row? So, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു 6,889 ടോട്ടൽ സ്റ്റുഡൻസ് ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ ഒരു റോയിൽ അത്ര തന്നെ റോകളുണ്ട്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ 10 സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 10 റോ ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയായിരിക്കും? 10 × 10 is equal to 100 ആണ്. അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, സോ ആ പെർഫെക്റ്റ് സ്ക്വയർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 6889. അപ്പോൾ ഇതിൽ എത്ര റോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 6889ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അതെത്രയാണ്? 83 ആണ് വരുന്നത്. സോ 83 നമ്മുടെ ഓപ്ഷൻ നമ്പർ 3 സോ സ്ക്വയർ റൂട്ട് ഓഫ് 6889 83 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ NTPCയുടെ എക്സാമിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. RRB NTPC എക്സാമിൻ്റെ ഗോൾഡ് ക്രാഷ് കോഴ്സ് നമ്മളിവിടെ എൻട്രി ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും ടീച്ചേഴ്സിൻ്റെ അസിസ്റ്റൻസും മെൻറ്റർഷിപ്പും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് മോക്ക് സീരീസും വീണ്ടും ലൈവ് ക്വിസസും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ എക്സാം വരെയുള്ള മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ഷുവറായിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഡൗട്ട്സ് എഴുതി ചോദിച്ചാൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ കുറച്ച് കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.